സർ, ഒടുവിൽ കാനഡയ്ക്ക് ഒരു മനംമാറ്റം ഉണ്ടാവുന്നു. കാർണി വിളിച്ചിരിക്കുന്നു. മോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടായിരിക്കാം കാനഡയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകാൻ സാധ്യത? G7 ഉച്ചകോടി ആയിരുന്നു കുറെ നാളുകളായിട്ട് ഈ ലോകത്തുടനീളമുള്ള ചർച്ച. ഇപ്പൊ G7 ഉച്ചകോടി ഈ പ്രാവശ്യം ഈ പറയുന്നത് പോലെ കാനഡയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനകത്ത് മോദിയെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ മോദിയെ പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മോദി വിളിച്ചാലും പോകാൻ സാധ്യതയില്ല എന്നുള്ളൊക്കെ രീതിയിലേക്ക് പല രീതിയിലേക്കുള്ള വാർത്തകളാണ് ഇന്റർനാഷണൽ മാധ്യമത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാനഡയും മോദിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ആ നയതന്ത്ര ബന്ധം വഷളായ ട്രൂഡോയുടെ പാർട്ടി തന്നെയാണ് ഇപ്പൊ ഭരിക്കുന്നത്. കാർണി ആയാലും ശരി വിളിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അതുകൊണ്ട് G7 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്ന ഒരവസ്ഥയിൽ ഇനിയും അഥവാ വിളിച്ചാൽ തന്നെ മോദിക്ക് കാനഡയോട് താല്പര്യമില്ല. കാരണം സിന്ദൂരിൽ പോലും ലോകത്തുടനീളമുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും നമ്മൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുമ്പോൾ നമ്മൾക്കെതിരായിട്ട് ഉള്ള നിലപാട്, അല്ലെങ്കിൽ നിലപാടില്ലാത്ത രാജ്യമായിട്ട് നിന്നെന്ന് തോന്നിക്കത്തക്ക രീതിയിലേക്ക് നിന്നൊരു രാജ്യമാണ് കാനഡ. അപ്പൊ അതുകൊണ്ട് വിളിക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്നു. അത്തരത്തിൽ മോദി വിളിച്ചാലും പോകത്തില്ലെന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം കാനഡയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വിളിക്കുകയും മോദി പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ വലിയ ചർച്ച, ലോകത്തുടനീളമുള്ള ചർച്ച ഓട്ടോമാറ്റിക്കലി വരും. മോദിയെ പോലെ ഒരു നേതാവ് എന്തുകൊണ്ട് G7 വരുന്നില്ല? മോദി വരായിരുന്നാൽ എങ്ങനെ? ഇവിടുത്തെ നമ്മുടെ ആ കൊച്ചാട്ടനും പിള്ളേരും എല്ലാം കൂടെ വലിയ പ്രശ്നമായിരുന്നില്ല. പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായിട്ടില്ല, പ്രതിപക്ഷ പാർട്ടിക്കകത്ത് തലയ്ക്കകത്ത് ആള് താമസമുള്ള എന്ന് വിചാരിക്കുന്ന പാർട്ടികളൊക്കെ ഇപ്പൊ ഒരു ദേശസ്നേഹത്തെ ഭാഗമായിട്ട് നിന്നാലും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നാലും ഒക്കെ നമുക്ക് ഇന്ത്യക്കകത്ത് നിലനിൽപ്പുള്ളൂ. പിന്നെ അവരെ ഇന്ത്യക്കകത്ത് നിന്നിട്ട് ചെറിയ പാർട്ടി ആണെങ്കിലും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കാനൊക്കെ നിൽക്കുന്നതുകൊണ്ടും വല്ലവരുടെയും കയ്യിൽ നിന്ന് അച്ചാരം മേടിക്കാത്തതുകൊണ്ടും ഇലക്ഷനെ നേരിടാൻ ചൈന കാശ് കൊടുക്കാത്തതുകൊണ്ടും ഇലക്ഷനെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നേരിടാത്തതൊക്കെ ആയതുകൊണ്ട് കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളല്ല പറഞ്ഞത്, കോൺഗ്രസ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്കൊക്കെ മടുത്തു, മോദി പരാജയപ്പെട്ടു, കാനഡ വെല്ലുവിളിക്കുന്നു, ഇനി മോദിയെ പങ്കെടുപ്പിക്കുന്ന ഒരു അവസ്ഥയില്ല, ദേശീയ തലത്തിൽ മോദിയുടെ പരാജയം കണ്ടോ, ഇന്ത്യ പുറകോട്ട് അടിക്കുന്നത് കണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച വന്നു. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സ്വക്കടങ്ങ് തുടങ്ങും. പിന്നെ മാത്രവുമല്ല, ഇവര് പറയുമ്പോ ആലോചിക്കേണ്ടത് ആദ്യമായിട്ട് ഈ G7 ഉച്ചകോടി അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂട്ടായ്മയ്ക്കകത്ത് ആദ്യമായിട്ട് ഇന്ത്യ വിളിക്കുന്നെന്നാ. ഇവിടെ ഈ പറയുന്നത് പോലെ ഞങ്ങളാ ഇന്ത്യ സൃഷ്ടിച്ചത്, ഞങ്ങളാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരാണ് ഇന്ത്യ ഇതേ രീതിയിൽ വരുത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഇനി എവിടെല്ലാം ഏതെല്ലാം ആഫ്രിക്കയിൽ എന്തെല്ലാം രാജ്യങ്ങളുണ്ട്, ഏതെല്ലാം രാജ്യങ്ങളുണ്ട്, എവിടെല്ലാം എന്തെല്ലാം രാജ്യങ്ങളുണ്ട്, ലോകത്ത് അറിയാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാരന്റെ കെയർ ഓഫിൽ ഇരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം ലോകത്തെ നിയന്ത്രിക്കുന്ന സംവിധാനം UN ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ IMF ഉൾപ്പെടെയുള്ള ഇങ്ങനെ പല രീതിയിലുള്ള കൂട്ടായ്മകളും അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ എവിടെ വന്നാലും G7 വന്നാലും ബ്രിക്സ് വന്നാലും അല്ലെങ്കിൽ മറ്റേ അറബി രാജ്യങ്ങളുടെ കൂട്ടായ്മ വന്നാലും ഏത് കൂട്ടായ്മ വന്നാലും അതിനകത്ത് പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതിനകത്തും ആലോചിച്ച് തീരുമാനമെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയെ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വരെ മനസ്സിലാക്കി. ഇപ്പൊ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ അയാളെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. നെഹ്റു എത്ര G7 ഉച്ചകോടി പങ്കെടുത്തിട്ടുണ്ട്? ഇന്ദിരാഗാന്ധി എത്ര പങ്കെടുത്തിട്ടുണ്ട്? ചിലപ്പോ അന്ന് ഉണ്ടാക്കിയിട്ടില്ലായിരിക്കും, എന്നാലും ഞാൻ ചോദിക്കാം, അന്ന് ഉണ്ടായിരുന്നതിനകത്ത് എത്ര പങ്കെടുത്തിട്ടുണ്ട്? ഇപ്പൊ പങ്കെടുത്തപ്പോ ആദ്യമേ പങ്കെടുത്തത് എന്റെ പൊന്നെ, അതിന്റെ സമയം നോക്കുമ്പോ 2003 ആദ്യമായി AB വാജ്പേയി ഇരുന്നപ്പോഴാണ് പങ്കെടുത്തത്. അത് ലോകത്തിന് എന്താ തോന്നാൻ കാര്യം? AB വാജ്പേയി എന്ന് പറയുന്ന ആൾ ഉണ്ടാവണമായിരുന്നോ ഇന്ത്യക്ക് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്ന് ലോകത്തിന് തോന്നാൻ? അതിനു മുമ്പ് വളരെ വലിയ പ്രധാനമന്ത്രിമാരൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ ഇപ്പം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇരുന്നപ്പോഴും എന്നൊക്കെ പറഞ്ഞ് വലിയ വലിപ്പത്തിൽ ചില ആൾക്കാർ കൂടുന്ന ഇന്ദിരാഗാന്ധിയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നെഹ്റു ഒക്കെ ഇരുന്നല്ലോ. അപ്പൊ AB വാജ്പേയി ഇരുന്നപ്പോഴും ആദ്യം വിളിച്ചേ. അതിനുശേഷം പങ്കെടുത്തു. അതിനുശേഷം 2012 ആ ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് മൻമോഹൻ സിംഗെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം 2019 നരേന്ദ്രമോദിയാണ് ഫ്രാൻസിൽ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ ഫ്രാൻസിന്റെ താല്പര്യം, ഇന്ത്യയോടുള്ള താല്പര്യം, ആദ്യമേ ഇത് വാജ്പേയിയോടുള്ള താല്പര്യം അന്ന് ഫ്രാൻസാ താല്പര്യം എടുത്തത്, ഫ്രാൻസാണ് താല്പര്യം എടുത്തത്. ഫ്രാൻസിന് പണ്ട് തൊട്ടേ ഇന്ത്യയായിട്ടൊരു ബന്ധം ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ ആ ബന്ധം. അപ്പൊ ഈ താല്പര്യം വെച്ച് എടുത്തു. 2020 അമേരിക്കയിൽ വെച്ച് അമേരിക്ക ക്ഷണിച്ചു. അന്ന് കോവിഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്
പോയിരുന്നു കൂടുമായിരുന്നു, അതല്ല അതാത് രാജ്യത്തിരുന്ന് കൂടുമായിരുന്നു. 2029 UK-യിലായിരുന്നു അത് മോദി വിളിച്ചു. 2022 ജർമ്മനിയിലായിരുന്നു അന്ന് ജർമ്മനി വിളിച്ചു. 23 ജപ്പാനിലായിരുന്നു അന്ന് വിളിച്ചു. 2024 ഇറ്റലിയിലായിരുന്നു, അപ്പം അന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2025 ആയിരുന്നു തർക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ തർക്കം മാറി മോദി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, 6 രാജ്യങ്ങൾ പറഞ്ഞു മോദിയെ പങ്കെടുപ്പിച്ചു വെക്കുന്നുള്ളൂ. ഇറ്റലി അല്ലെങ്കിൽ ഈ 7 രാജ്യമാണല്ലോ, അമേരിക്ക ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഉച്ചകോടിയിൽ മോദിയെ പങ്കെടുപ്പിച്ചേ കഴിയത്തുള്ളൂ. കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പങ്കെടുക്കുന്ന രാജ്യങ്ങൾ, പല രാജ്യങ്ങളിലെയും ആയുധശേഷിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, പക്ഷേ അവരുടെ ഈ ജനസംഖ്യാ അനുപാതവും അല്ലെങ്കിൽ ആയുധശേഷിയും അല്ലെങ്കിൽ കരുത്തിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന രാജ്യങ്ങൾ, പങ്കെടുക്കാത്ത പ്രമുഖമായിട്ടുള്ള 2 രാജ്യങ്ങൾ, ഒന്ന് ഈ പറയുന്ന പോലെ റഷ്യയുണ്ട്, ഒന്ന് ചൈനയുണ്ട്. അവരെ പങ്കെടുപ്പിക്കാൻ എന്തുവായാലും ഇവർക്ക് യൂറോപ്യൻ കൺട്രീസിന് താല്പര്യമില്ല. അതിനകത്ത് പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ കൺട്രീസ് ആണല്ലോ നമ്മൾ നോക്കുമ്പോൾ വരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ കെയർ ഓഫിലാണോ അത്. അപ്പൊ റഷ്യക്കകത്ത് ഇതിനകത്തൊരു പങ്കാളിത്തം കൊടുക്കുന്നതിന് താല്പര്യമില്ല. ചൈന യാതൊരു കാരണവശാലും അമേരിക്ക പങ്കെടുപ്പിക്കത്തുമില്ല. അപ്പം ഈ ഒരു രാജ്യം 140 കോടി ജനവും മാനുഫാക്ചറിങ്ങിനകത്തും അല്ലെങ്കിൽ സൈനികവുമായിട്ടും ആഗോളതലത്തിൽ ഇത്രയും വലുതായിക്കൊണ്ടിരിക്കുന്ന രാജ്യം, ഇവരെടുക്കുന്ന താല്പര്യം ഇന്ത്യക്കിടെ അല്ലെങ്കിൽ ഏഷ്യയ്ക്ക് അകത്തുള്ളതായതുകൊണ്ട് ആ താല്പര്യത്തിന്റെ കൂടെ ഈ ബലമായിട്ടുള്ള രാജ്യമില്ലെങ്കിൽ ഇതിനെതിരെ ഒരു കൂട്ടായ്മ സെറ്റ് ചെയ്യുന്നുണ്ട് ബ്രിക്സ്. മാത്രമല്ല RIC എന്ന് പറഞ്ഞ റഷ്യ, ഇന്ത്യ, ചൈന ഒരു കൂട്ടായ്മ ഇപ്പൊ 25 ചർച്ച കഴിഞ്ഞെന്ന് പറഞ്ഞ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ കൂട്ടായ്മയൊക്കെ വന്നാൽ, ഈ 3 RIC കൂട്ടായ്മ വന്ന റഷ്യ, ഇന്ത്യ, ചൈന വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വല്ലാത്തൊരു അതിനുവേണ്ടി രാജ്യങ്ങളൊന്നും വേണ്ട. അവർ 3 പേരും ഒരേപോലെ നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ അവരുടെ ഒരു ബലം. അപ്പം ഇത്തരത്തിൽ ഈ മാറ്റി നിർത്തുന്നത് കൊണ്ട് ഇന്ത്യ മഹാരാജ്യം ആ ബ്രിക്സിനകത്ത് ഭാഗമല്ലാതാകുകയും, അപ്പൊ ബ്രിക്സിന്റെ തീരുമാനങ്ങൾ ആ ഭാഗമല്ലാത്തത് കൊണ്ട് ആ തീരുമാനങ്ങളുമായിട്ട് യോജിച്ചു പോകേണ്ട ഒരവസ്ഥ ഇന്ത്യക്ക് ഇല്ലാതെ വരികയും, അതിനെതിരെ ബ്രിക്സിനകത്തല്ല G7 അപ്പം G7 അപ്പം അതിനെതിരെ നിൽക്കുന്ന ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മയുടെ ബലം കൂടുകയും അത്തരത്തിലുള്ള കൂട്ടായ്മയ്ക്ക് ശക്തി പകരുന്നതിന് ഏറ്റവും ആക്കത്തിൽ നിൽക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ വരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എക്കണോമിക്കൽ ഗ്രോത്തിനും മറ്റെല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പാർട്ടി ഇതിന്റെ കൂടെ വേണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീരുമാനിച്ച്, അങ്ങനെ കാർണിക് അവസാനം ആ തീരുമാനം എടുക്കേണ്ടി വന്നു. അതായത് ലോകത്ത് ഇന്ന് പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ മാറ്റി നിർത്തി ഒരു തീരുമാനമെടുത്താൽ അത് എത്രത്തോളം നടപ്പാകും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുള്ള രീതിയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു. അത് സൈനികമായിട്ടും മാനുഫാക്ചറിങ്ങിലായിട്ടും അല്ലെ കയറ്റുമതി ഇറക്കുമതി രീതിയിലായാലും എക്കണോമിക്കൽ ഗ്രോത്തിന്റെ രീതിയിലായാലും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ രീതിയിലായാലും ഇന്റലിജൻസ് സംവിധാനത്തിന്റെ രീതിയിലായാലും ഏത് രീതിയിലായാലും ഇന്ത്യ ഒന്നാമത് തന്നെ. അല്ലെങ്കിൽ ഇന്ത്യയോട് മത്സരിക്കാൻ ഇപ്പം വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങളേ ഉള്ളൂ. ആദ്യം അവരും ആര് മുമ്പിൽ എന്നുള്ളതേ വരത്തുള്ളൂ. ഇന്ത്യ തന്നെയാണ് അപ്പം ലോകത്തിൽ നെറുകയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് G7 ഉച്ചകോടിയിൽ കാനഡ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പോലും ഒരുപക്ഷെ 6 രാജ്യങ്ങൾ തീരുമാനിച്ചു അല്ലെങ്കിൽ G7 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ഇന്ത്യയും പങ്കെടുക്കണം എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വാർത്തയും, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അതാണ്. എന്തായാലും മോദി പങ്കെടുക്കണം. കാനഡയിൽ ഈ മാസം നടക്കുന്ന G7 ഉച്ചകോടിയിലൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കണം എന്ന് തന്നെയാണ് മാർക്ക് കാർണിയും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാനഡയിലേക്ക് മോദി പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക രാജ്യത്തിനകത്തും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും മോദിക്ക് ക്ഷണമുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.